രോഗമുള്ള ശരീരത്തിലുള്ള മനസ്സും രോഗമുള്ള മനസ്സുള്ള ശരീരവും രോഗമുള്ളതായിരിക്കും എന്നതാണ് ആയുർവേദത്തിൻ്റെ തത്വം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചികിത്സിക്കുന്ന പല രോഗികളെയും ശാരീരികമായ അസുഖങ്ങളോടൊപ്പം തന്നെ മാനസികമായ അവരുടെ ആരോഗ്യവും കൂടി കാത്തുസൂക്ഷിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത്തരത്തിൽ ഇന്നത്തെ ആധുനിക വൈദ്യ ചിന്താഗതികൾക്ക് ഒപ്പം നിൽക്കുന്ന തത്വങ്ങൾ തന്നെയാണ് ആയുർവേദ ശാസ്ത്രവും പ്രചരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ഇന്നത്തെ സിഗ്നിഫിക്കൻസ്, കണ്ടംപററി സിഗ്നിഫിക്കൻസ് അറിഞ്ഞുകൊണ്ട് കൂടുതൽ ഫലവത്തായി അത് ഉപയോഗിക്കാനുള്ള ശ്രമമാണ് എല്ലാ ആയുർവേദ ഭിഷഗ്വരന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ആയുർവേദം ആരോഗ്യത്തിനെ വളരെ സമഗ്രമായ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. കേവലം രോഗമില്ലാത്തൊരു അവസ്ഥ മാത്രമല്ല ആരോഗ്യം. ശരീരത്തിൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ആയിട്ടുള്ള എല്ലാ എൻറ്റിറ്റീസിൻ്റെയും ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിനെയാണ് ആയുർവേദം ആരോഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, WHO അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഏറ്റവും പുതിയതായി ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യുന്നതും ഇതിന് വളരെ സമാനമായ രീതിയിലാണ്. ആയുർവേദത്തിൽ സ്വസ്ഥൻ എന്നും രോഗി എന്നും രണ്ട് വിഭാഗങ്ങളെയാണ് പറയുന്നത്. സ്വസ്ഥൻ എന്നതാണ് ആരോഗ്യപൂർണമായ ഒരു മനുഷ്യൻ്റെ അവസ്ഥ. രോഗി എന്നത് ഈ അവസ്ഥയിൽ നിന്നുള്ള വ്യതിയാനങ്ങളാണ് രോഗി. സ്വസ്ഥൻ എന്നതിനെ ആയുർവേദം പറയുന്നത് എങ്ങനെ എന്ന് നോക്കാം. സമദോഷം, അതായത് ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാന അടിസ്ഥാനമായ 3 ഘടകങ്ങളാണ് ത്രിദോഷങ്ങൾ: വാതം, പിത്തം, കഫം എന്നിവ. ഈ ത്രിദോഷങ്ങൾ ക്വാളിറ്റേറ്റീവ്ലിയും ക്വാണ്ടിറ്റേറ്റീവ്ലിയും ബാലൻസ്ഡായി നിൽക്കുന്ന അവസ്ഥയാണ് സമദോഷം എന്ന് പറയുന്നത്. സമദോഷം, സമാഗ്നി. സമാഗ്നി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഗ്നി എന്ന് പറയുന്ന ശരീരത്തിലെ എല്ലാ ട്രാൻസ്ഫോർമേഷൻസിൻ്റെയും ആധാരമായി നിൽക്കുന്ന ഘടകമാണ്. ആ അഗ്നി ബാലൻസ്ഡായി നിൽക്കുന്ന അവസ്ഥയാണ് സമാഗ്നി. സമധാതു. സമധാതു എന്നാൽ ശരീരത്തിലുള്ള ടിഷ്യൂസ്, അത് ബ്ലഡ്, ബോൺസ്, മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം തുടങ്ങിയ 7 ധാതുക്കൾ ശരീരത്തിലുണ്ട് എന്ന് ആയുർവേദം പറയുന്നു. ഈ 7 ധാതുക്കളും ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി ബാലൻസ്ഡായി നിൽക്കുന്ന അവസ്ഥയാണ് സമധാതു. മലക്രിയ എന്ന് പറയുന്നു, അതായത് ശരീരത്തിലുള്ള എലിമിനേറ്ററി പ്രോസസ്സുകൾ എല്ലാം ബാലൻസ്ഡായി നിൽക്കുന്ന അവസ്ഥയാണ് മലക്രിയ. അതോടൊപ്പം തന്നെ പ്രസന്ന ആത്മ ഇന്ദ്രിയ മന എന്നുകൂടി ചേർക്കുന്നു. അതായത് നമ്മളുടെ സോൾ അഥവാ ആത്മാവ്, ഇന്ദ്രിയങ്ങൾ അഥവാ സെൻസ് ഓർഗൻസ്, അതോടൊപ്പം മനസ്സ്, ഒരു മെൻ്റൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കോഷ്യന്റ്, ഇതെല്ലാം ബാലൻസിൽ വരുന്ന ഒരു വ്യക്തിയെ മാത്രമാണ് ആയുർവേദം സ്വസ്ഥൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സമദോഷ, സമാഗ്നി, സമധാതു മലക്രിയ, പ്രസന്ന ആത്മ ഇന്ദ്രിയ മന, ഈ ഒരു കോംപ്രിഹെൻസീവ് ഡെഫിനിഷനാണ് ആയുർവേദം സ്വസ്ഥൻ അഥവാ ആരോഗ്യപൂർണമായ അവസ്ഥയ്ക്ക് നൽകിയിരിക്കുന്നത്. സ്വസ്ഥനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ സ്വാസ്ഥ്യം നിലനിർത്തി പോകാനുള്ള ചികിത്സാ രീതികളാണ് ആയുർവേദം പ്രതിപാദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വാസ്ഥ്യ അവസ്ഥയിൽ നിന്നും ഒരു രോഗിയായി മാറിയാൽ ആ രോഗത്തെ ചികിത്സിച്ച് തിരിച്ച് ഈ സ്വാസ്ഥ്യമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുമാണ് ചികിത്സ നിർദ്ദേശിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു സ്വസ്ഥൻ രോഗിയായി മാറുന്നത് എന്നും ആയുർവേദം വ്യക്തമായി പറയുന്നു. നമ്മൾ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, അത് ആഹാരങ്ങളായിരിക്കാം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഹാരങ്ങളായിരിക്കാം, നമുക്ക് വരുന്ന മാനസികമായ സംഘർഷങ്ങളായിരിക്കാം, ഇതെല്ലാം ഈ ദോഷങ്ങളെയും ധാതുക്കളെയും അഗ്നികളെയും മനസ്സിനെയും എല്ലാം ബാധിക്കുകയും ഈ സമാവസ്ഥയിൽ നിന്നും നമ്മൾ മാറി ഒരു രോഗാവസ്ഥയിലേക്ക് മാറുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദ ചികിത്സയിൽ പഥ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. പഥ്യം എന്നാൽ ഒരു വ്യക്തിക്കും ആ വ്യക്തിയുടെ രോഗാവസ്ഥയ്ക്കും അനുകൂലമായ ഘടകങ്ങൾ എന്നുള്ളതാണ്. ഒരിക്കലും ഒരു രോഗത്തെ വർദ്ധിപ്പിക്കുകയോ ഒരു രോഗാവസ്ഥയെ മൂർച്ഛിപ്പിക്കുകയോ ചെയ്യാത്ത ഘടകങ്ങളാണ് പഥ്യമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ആയുർവേദം പറയുന്നു, പഥ്യം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഔഷധത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ പഥ്യം നോക്കാതെ തീരെ പഥ്യം ഫോളോ ചെയ്യാത്ത വ്യക്തികൾക്കും ഔഷധത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവർക്ക് ഔഷധം കൊണ്ടുള്ള ഗുണം കിട്ടുകയുമില്ല. ആയുർവേദ ചികിത്സയിൽ പഥ്യങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിദാന പരിവർജനം, അഥവാ ഒരു രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ, എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സിനെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളത്. ശാസ്ത്രം പറയുന്നത് ചികിത്സയുടെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ രോഗത്തിൻ്റെ കാരണങ്ങളെ രോഗി ഒഴിവാക്കി നിർത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മരുന്നിനും അപ്പുറത്തേക്ക്
ഒരു ഹോളിസ്റ്റിക്കായി ഒരു രോഗത്തെ സമീപിക്കുവാനും ആ രോഗിയെ സമാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുമുള്ള ഒരു പരിശ്രമം ആയുർവേദ ചികിത്സയുടെ പ്രധാന ഘടകമാണ്. ഇന്നത്തെ ജീവിത രീതി രോഗങ്ങളെ, ജീവിതശൈലി രോഗങ്ങളെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആഹാരങ്ങളും വിഹാരങ്ങളും മാനസിക സംഘർഷങ്ങളും തന്നെയാണ് ഇതിൽ ഒരു പ്രധാന ഘടകമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ കേവലം ഒരു പഞ്ചകർമ്മങ്ങളിലോ അല്ലെങ്കിൽ മരുന്നിൻ്റെ പ്രയോഗത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കരുത് എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ തത്വം. നമ്മുടെ ജീവിത രീതിയിൽ വരുത്തേണ്ട കറക്ഷൻസ് ഉറക്കത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, ആഹാര രീതിയിലായിരിക്കാം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിലായിരിക്കാം, വ്യായാമങ്ങളിലായിരിക്കാം. അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരിക വഴി ആരോഗ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഹോളിസ്റ്റിക്കായ ആയുർവേദത്തിൻ്റെ അപ്രോച്ച്. ആയുർവേദത്തിലെ പ്രധാന ഗ്രന്ഥങ്ങളിലൊന്നായ അഷ്ടാംഗ ഹൃദയം പ്രതിപാദിക്കുന്നത് തന്നെ രോഗമില്ലാതെ എങ്ങനെ ജീവിക്കാം എന്നാണ് ആദ്യ ഭാഗങ്ങളിൽ പറയുന്നത്. ഇത് ഫോളോ ചെയ്യാൻ പറ്റാതെ വരുന്ന വ്യക്തി രോഗിയാകും എന്നും അങ്ങനെ വരുന്നവരെ എങ്ങനെ ചികിത്സിക്കാം എന്നുമാണ് തുടർന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിലെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ്, ഒന്ന് ദിനചര്യ, രണ്ട് ഋതുചര്യ. ദിനചര്യ എന്നത് ദൈനംദിനമായ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില റെജിമെൻസ് ആണ്. ഇത് പറയുന്നതിനുള്ള ഒരു പ്രധാന കാരണം നേരത്തെ സൂചിപ്പിച്ച ത്രിദോഷങ്ങൾ അഥവാ വാത പിത്ത കഫങ്ങൾ എന്നിവയ്ക്ക് നാച്ചുറലായ ഒരു വേരിയേഷൻസ് ഡെയിലി നടന്നുകൊണ്ടിരിക്കും. ഈ വേരിയേഷൻസ് ഒരു രോഗാവസ്ഥയിലേക്ക് മാറാതിരിക്കാൻ ഓരോ സമയങ്ങളിലും ചിട്ടയായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് ദിനചര്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം സൂചിപ്പിക്കുന്ന സർക്കേഡിയൻ റിതം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നതും ഇതുമായി നമുക്ക് കണക്ട് ചെയ്ത് വായിക്കാവുന്ന ഒന്നാണ്. ദിനചര്യയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒന്ന് ബ്രാഹ്മേ മുഹൂർത്തേ ഉത്തിഷ്ഠേൽ എന്നാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് പഠനങ്ങൾ ആ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം എന്ത് ചെയ്യണം, എഴുന്നേറ്റതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറയുന്നുണ്ട്. എണ്ണ തേച്ച് കുളിക്കുന്നതിൻ്റെ പ്രാധാന്യം, അതിനുശേഷം മൂക്കിൽ മരുന്നൊഴിക്കുന്ന നസ്യം എന്ന് പറയുന്ന ചികിത്സയുടെ പ്രാധാന്യം, അതോടൊപ്പം തന്നെ ഉറങ്ങേണ്ട സമയം, ഉറക്കത്തിൻ്റെ അളവ്, ഇതെല്ലാം ഇതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഓരോരുത്തരും ചെയ്യേണ്ട വ്യായാമത്തിൻ്റെ രീതികൾ, ഇതെല്ലാം ഈ ദിനചര്യയുടെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ദിനചര്യ ഇതിലൊന്നും ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അതിനുശേഷം സദ്വൃത്തം എന്ന രീതിയിൽ മാനസിക ആരോഗ്യത്തിന് വേണ്ടി ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഫോളോ ചെയ്യേണ്ട ഡിസിപ്ലിൻ, ഓണസ്റ്റി, ഇൻറ്റഗ്രിറ്റി തുടങ്ങിയ ഘടകങ്ങൾ, അതിൻ്റെ ആരോഗ്യത്തിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിസിപ്ലിൻ ഒരു റുട്ടീനിലൂടെ ഫോളോ ചെയ്യുന്നത് വഴി നാച്ചുറലായി വരുന്ന ദോഷങ്ങളിലെ വ്യതിയാനങ്ങളെ കൺട്രോൾ ചെയ്യാനും അത് ഒരു രോഗാവസ്ഥയിലേക്ക് പോകാതിരിക്കാനും സഹായിക്കും. ഇന്ന് വളരെ കൂടുതലായി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇൻസോംനിയ അഥവാ ഉറക്കക്കുറവ്. അവരുടെ ഹിസ്റ്ററി ഡീറ്റെയിൽ ആയി ചോദിക്കുമ്പോൾ പലപ്പോഴും നൈറ്റ് ഷിഫ്റ്റുകളിൽ വർക്ക് ചെയ്യുകയും രാത്രി വളരെ വൈകി ഉറങ്ങുന്നതായി കാണാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ ബോഡിയുടെ ബയോളജിക്കൽ ക്ലോക്കിനെ ഡിസ്റ്റർബ് ചെയ്യുകയും രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രാത്രി വളരെ വൈകി തല കുളിക്കുന്നത്, ആഹാരം കഴിഞ്ഞ ഉടനെ ദേഹം കഴുകുന്നത്, ഇത്തരം നമ്മൾ ഈ റുട്ടീൻസിൽ വരുന്ന വ്യതിയാനങ്ങൾ ഡയറക്റ്റായി രോഗങ്ങളുടെ കാരണമായി മാറാറുണ്ട്. ദിനചര്യ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഋതുചര്യ എന്നത്. സീസൺസ് മാറുന്നതിനനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആണ് ഋതുചര്യയിൽ വിവരിക്കുന്നത്. ആയുർവേദ ശാസ്ത്രപ്രകാരം ഒരു വർഷത്തെ 6 ഋതുക്കളായി തിരിച്ചിരിക്കുന്നു. 2 മാസം വീതമുള്ള 6 ഋതുക്കളായി തിരിച്ചിരിക്കുന്നു. ഈ 6 ഋതുക്കളിൽ 3 ഋതുക്കൾ ശരീരത്തിന് ബലം നൽകുന്നതും 3 ഋതുക്കൾ ശരീരത്തിൻ്റെ ബലം കുറയ്ക്കുന്നവയുമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഋതുക്കളിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട ചര്യകൾ വ്യത്യസ്തമാണ്. അതോടൊപ്പം ഈ ത്രിദോഷങ്ങൾ എന്ന് പറയുന്ന വാത പിത്ത കഫങ്ങൾക്ക് ഈ ഋതുക്കളിൽ നാച്ചുറലായി വേരിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണമായി വർഷകാലത്തിൽ വാദം വർദ്ധിക്കുന്നു. അങ്ങനെ ഓരോ ദോഷങ്ങൾക്കും ഓരോ ഋതുക്കളിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഓരോ ഋതുവിലും ഫോളോ ചെയ്യേണ്ട ചര്യകളെ പഠിക്കാനായിട്ട്. ഋതുചര്യ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഋതുസന്ധി എന്നുള്ളത്. ഒരു ഋതു അവസാനിച്ച് അടുത്ത ഋതു തുടങ്ങുന്ന സമയത്തിനെയാണ് ഋതുസന്ധി എന്ന് പറയുന്നത്. പ്രീവിയസ് ഋതുവിലെ അവസാന കുറച്ച് ദിവസങ്ങളും അടുത്ത ഋതുവിൻ്റെ ആദ്യ കുറച്ച് ദിവസങ്ങളും ചേരുന്നതാണ് ഋതുസന്ധി. ഈ കാലഘട്ടത്തിൽ
കഴിഞ്ഞ ഋതുവിലെ ചര്യകളെ ഒന്നൊന്നായി ഉപേക്ഷിച്ച് അടുത്ത ഋതുവിലെ ചര്യകളെ ഒന്നൊന്നായി സ്വീകരിക്കേണ്ട സമയമാണ്. അതായത് ഒരു ഋതുവിലെ ചര്യകളെ സഡൻലി സ്റ്റോപ്പ് ചെയ്ത് അടുത്തതിലേക്ക് മാറരുത് എന്നുള്ളതാണ് ഇതിലെ തത്വം. ഇത് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം ശരീരത്തിൽ ഋതുക്കൾക്കനുസരിച്ച് വരുന്ന ദോഷങ്ങളുടെ വ്യതിയാനങ്ങളെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓരോ ഋതുക്കളിലും ഈ ദോഷങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് പഞ്ചകർമ്മ ചികിത്സകൾ അഥവാ ശോധന ചികിത്സകൾ അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും ഋതുചര്യയുടെ വളരെ കാതലായ ഭാഗമാണ്. കേരളത്തിൽ വളരെ പ്രചാരത്തിലുള്ള ഒന്നാണ് കർക്കിടക ചികിത്സകൾ എന്നുള്ളത്. ഈ കർക്കിടക ചികിത്സകൾ വളരെ വർഷങ്ങളായി പ്രചാരത്തിലുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയത? നേരത്തെ സൂചിപ്പിച്ച ഋതുക്കളിൽ വരുന്ന വ്യതിയാനവും അതനുസരിച്ച് ശരീരത്തിൽ വരുന്ന രോഗങ്ങളുടെ സാധ്യതകളും തന്നെയാണ് ഈ കർക്കിടക ചികിത്സയുടെ ബേസ് ആയിട്ടുള്ളത്. വർഷകാലം അഥവാ മഴ ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് കർക്കിടക മാസം. ഈ സമയത്ത് വാദം എന്ന് പറയുന്ന ശരീരത്തിലെ പ്രധാനപ്പെട്ട ത്രിദോഷങ്ങളിലൊന്ന് കൂടുകയും അതുമൂലമുണ്ടാകുന്ന രോഗങ്ങൾ കൂടുതലായി വരാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ഋതുചര്യയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാദത്തിനെ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടതിനുള്ള ചികിത്സാ രീതികൾ കർക്കിടക മാസത്തിൽ അധികമായി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം ശരീരത്തിലെ ബലം കുറച്ചു കൊണ്ടുവരുന്ന ഋതുക്കളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് വർഷ ഋതു അഥവാ കർക്കിടക മാസം. ശരീരത്തിൻ്റെ ബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. അതിനർത്ഥം കൂടുതലായി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. അതുമൂലം തന്നെ കൂടുതലായി എക്സ്പോഷേഴ്സ് അവോയ്ഡ് ചെയ്യേണ്ട ഒരു ആവശ്യകതയും കർക്കിടക മാസത്തിലുണ്ട്. കർക്കിടക ചികിത്സകളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം അധികവും വാദദോഷത്തിനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ചികിത്സാ രീതികളാണ് പലപ്പോഴായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ കർക്കിടക മാസത്തിലുള്ള ചികിത്സകൾ പലപ്പോഴും പ്രിവെൻറ്റീവ് ഹെൽത്തിനെയും ക്യൂറേറ്റീവ് ഹെൽത്തിനെയും ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായി നമുക്ക് കാണാം. കർക്കിടക മാസത്തിൽ അഥവാ വർഷ ഋതുവിൽ മഴ വർദ്ധിക്കുന്നു. മഴ കൂടുതലായി വരുന്ന സമയത്ത് അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി വർദ്ധിക്കുന്നതായി നമുക്കറിയാം. ഈ ഹ്യൂമിഡിറ്റി വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയിൽ മൈക്രോ ഓർഗാനിസംസ് 10 മടങ്ങ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ആധുനിക വൈദ്യശാസ്ത്രവും തെളിയിക്കുന്നത്. അങ്ങനെ മൈക്രോ ഓർഗാനിസംസ് 10 മടങ്ങ് വർദ്ധിക്കുന്ന ഈ അവസ്ഥയിൽ ശരീരത്തിൻ്റെ ബലം കുറയാതെ കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് കർക്കിടക ചികിത്സ അഥവാ ഈ കാലഘട്ടങ്ങളിൽ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രവും അംഗീകരിച്ചു വരുന്നു. ദിനചര്യയും ഋതുചര്യയും പോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് ആയുർവേദം വളരെ പ്രാധാന്യത്തോടെ പറയുന്ന ഒരു കാര്യമാണ് വിരുദ്ധ ആഹാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. എന്താണ് വിരുദ്ധ ആഹാരങ്ങൾ? വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻകോമ്പാക്റ്റബിൾ ഫുഡ് ഐറ്റംസ്, ഒരുമിച്ച് ചേർന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ആഹാര രീതികളാണ് ഇൻകോമ്പാക്റ്റബിൾ അഥവാ വിരുദ്ധ ആഹാരങ്ങൾ. നമ്മൾ പലപ്പോഴായി പറയാറുണ്ട് രാത്രി തൈര് കഴിക്കരുത് അഥവാ റീഹീറ്റ് ചെയ്ത് ഭക്ഷണങ്ങൾ ഉപയോഗിക്കരുത്. എന്താണ് ഇതിന് പിന്നിലുള്ളൊരു ശാസ്ത്രീയത എന്നറിയേണ്ടത് അത്യാവശ്യമാണ്. വിരുദ്ധ ആഹാരങ്ങൾ ആയുർവേദം സൂചിപ്പിക്കുമ്പോൾ അതിന് പല ഘടകങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണമായി ദേശത്തിനനുസരിച്ചുള്ള വൈരുദ്ധ്യം അഥവാ ജിയോഗ്രഫിക്കൽ ഇഷ്യൂസ്. നമ്മൾ ഇന്ന് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി ഈ ലോകത്തുള്ള എല്ലാ ക്യുസീൻസും ഇന്ന് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏത് ദേശത്തുള്ള ആഹാരങ്ങളും നമുക്കിന്ന് അവൈലബിൾ ആണ്. എന്നാൽ ആയുർവേദ പ്രകാരം മറ്റൊരു ദേശത്തെ ആഹാര രീതികൾ അമിതമായി ഒരു ദേശത്ത് ഉപയോഗിക്കുന്നത് ദീർഘകാലം കൊണ്ട് രോഗങ്ങളെ ഉണ്ടാക്കും. ആ ജിയോഗ്രഫിക്കൽ ഇൻകോമ്പാക്റ്റബിലിറ്റി ആഹാര പദാർത്ഥങ്ങൾക്കും ശരീരത്തിനും ഉണ്ടാകും. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ടേസ്റ്റ് അഥവാ രസങ്ങൾ. നമ്മൾ പറയുന്ന മധുരം, എരിവ്, പുളി എന്ന് പറയുന്ന ടേസ്റ്റിൽ വരുന്ന ഇൻകോമ്പാക്റ്റബിലിറ്റി. ഉദാഹരണമായി സ്വീറ്റും സോർ ടേസ്റ്റും, മധുരവും അമ്ലരസവും പുളിയും ചേർത്ത് ഉപയോഗിക്കുന്നത് ആയുർവേദ പ്രകാരം വിരുദ്ധമാണ്. ഇങ്ങനെ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സ് തന്നെ സ്ലോ ഡൗൺ ആകും എന്ന് പുതിയ പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കാലത്തിനനുസരിച്ചുള്ള വൈരുദ്ധ്യവും പറയുന്നുണ്ട്. ഉദാഹരണമായി രാത്രി കാലങ്ങളിൽ തൈര് ഉപയോഗിക്കുന്നത്. രാത്രി കാലങ്ങളിൽ തൈര് സ്ഥിരമായി ഉപയോഗിക്കുന്നത് വഴി ശരീരത്തിലെ ദഹന പ്രക്രിയ സ്ലോ ഡൗൺ ആവും എന്നുള്ളതും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ വിരുദ്ധ ആഹാരങ്ങൾ അമിതമായി ഉപയോഗിക്കുന്ന ഒരു രീതി ഇന്നത്തെ ജങ്ക് ഫുഡ് അഥവാ നമ്മളുടെ ഫാസ്റ്റ് ഫുഡ് കൾച്ചറിൽ വളരെ വ്യക്തമായി കാണാം. ഇത് രോഗങ്ങളെ ഉണ്ടാക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇങ്ങനെ വിരുദ്ധ ആഹാരങ്ങൾ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് വഴി എന്താണ് സംഭവിക്കുന്നത് എന്നും ആയുർവേദം സൂചിപ്പിക്കുന്നു. ശരീരത്തിൽ അഗ്നി എന്ന് പറയുന്ന എല്ലാ ട്രാൻസ്ഫോർമേഷൻസിനും കാരണമായ ഒരു ഘടകമുണ്ട്. ഈ അഗ്നിയിലാണ് ഈ കഴിക്കുന്ന ഫുഡെല്ലാം
ശരീരത്തിൽ അബ്സോർബിൾ ആകുന്ന രീതിയിലേക്ക് ട്രാൻസ്ഫോം ആകുന്നത്. എന്നാൽ ഇത്തരത്തിൽ വിരുദ്ധമായ ആഹാരങ്ങൾ കഴിക്കുക വഴി പ്രോപ്പർലി ട്രാൻസ്ഫോംഡ് ആകാത്ത ആഹാര പദാർത്ഥങ്ങൾ ശരീരത്തിൽ നിലനിൽക്കുകയും ഇത് അബ്സോർബ് ചെയ്യുകയോ യൂട്ടിലൈസ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നുമില്ല. ഈ ഒരു അവസ്ഥയെ ആയുർവേദത്തിൽ ആമാവസ്ഥ എന്ന് പറയും. പ്രോപ്പർലി ഡൈജസ്റ്റഡ് ആവാത്ത ഫുഡ് ഐറ്റം ശരീരത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ. ഈ ആമാവസ്ഥ തുടർന്നു പോയാൽ അത് പിന്നീട് ഒരു വിഷസ്വഭാവത്തിലേക്ക് മാറും എന്നാണ് ആയുർവേദത്തിൽ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആയി അത് മാറും. അതിനുശേഷം അത് ശരീരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഇൻഫ്ലമേഷൻസിനെ ട്രിഗർ ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ന് എല്ലാ രോഗങ്ങളുടെയും ഒരു അടിസ്ഥാന കാരണമായി പറയുന്നത് പല രീതിയിൽ ദേഹത്തിൽ നടക്കുന്ന ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വിരുദ്ധ ആഹാരങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുക വഴി ദേഹത്തിൽ ഒരുപാട് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ഉണ്ടാകാനും അത് ചെറുതും വലുതുമായ ഒരുപാട് രോഗങ്ങളിലേക്ക് നയിക്കാനുമുള്ള സാധ്യതകളുണ്ട്. ഇന്ന് പ്രചാരത്തിലുള്ള പല ആഹാര രീതികളും പരിശോധിച്ചാൽ നേരത്തെ സൂചിപ്പിച്ച വിരുദ്ധ ആഹാരത്തിൻ്റെ അംശങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും. ഉദാഹരണമായി, രാത്രി കാലങ്ങളിൽ ആഹാരശേഷം ഡെസേർട്സ് കഴിക്കുന്ന ഒരു രീതി ഇന്ന് വളരെ പ്രചാരത്തിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ആഹാരം കഴിക്കുമ്പോൾ ഒരുപാട് മസാലയും ചൂടുമുള്ള ആഹാരങ്ങൾ കഴിച്ച് അതിന് പുറത്ത് ഒരു ഐസ്ക്രീം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് കഴിക്കുന്നു. ഇത് ആയുർവേദ ശാസ്ത്രപ്രകാരം വിരുദ്ധമാണ്. അങ്ങനെ ഉഷ്ണവും ശീതവും അഥവാ ചൂടും തണുപ്പും ഒരുമിച്ച് വരുന്നത് തീർച്ചയായിട്ടും ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനുള്ള ട്രിഗറാണ്. അതുപോലെ തന്നെ തേനിൻ്റെ ഉപയോഗം ഇന്ന് ഒരുപാട് ഡെസേർട്സിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് തേൻ. ഈ ഹണി ഹീറ്റ് ചെയ്തും അതോടൊപ്പം ഹോട്ട് പൊട്ടൻസിയുള്ള ചൂടുള്ള പദാർത്ഥങ്ങളുടെ കൂടെ ഹണി ഉപയോഗിക്കുന്നതും ഇന്ന് പ്രചാരത്തിലുണ്ട്. ഇത് രണ്ടും ആയുർവേദ ശാസ്ത്രപ്രകാരം വിരുദ്ധമാണ്. ഇങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് ഒരുപാട് ആഹാര രീതികൾ ഇന്ന് വിരുദ്ധ ആഹാരങ്ങളുടെ ഗണത്തിൽ പെടുന്നതായി കാണാം. ഇന്ന് പ്രചാരത്തിലുള്ള മറ്റൊന്നാണ് സ്മൂത്തീസ്. പലരും വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ടെല്ലാം ഉപയോഗിക്കുന്ന ഒന്നാണ് സ്മൂത്തീസ്. പാലും അമ്ലരസം അഥവാ പുളിരസമുള്ള പഴങ്ങളും ചേർന്ന് വരുന്നത് ആയുർവേദ ശാസ്ത്രപ്രകാരം വിരുദ്ധമാണ്. പലപ്പോഴും പഴങ്ങളും പാലും ചേർന്ന് സ്മൂത്തികളിൽ കാണാറുണ്ട്. ഇതെല്ലാം തുടർച്ചയായി ഉപയോഗിക്കുന്നത് ഒരിക്കലും ആശാസ്യമല്ല. ഇന്നത്തെ അർബൻ ഫുഡ് കൾച്ചറിൻ്റെ ഭാഗമായി നമ്മൾ വളരെ പ്രചാരത്തിൽ കാണുന്ന ഒന്നാണ് റീഹീറ്റഡ് അഥവാ റീപ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ്. ഇത്തരം ആഹാര പദാർത്ഥങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് വഴി ആ ആഹാരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് അഥവാ നമുക്ക് ശരീരത്തിന് ഉപകാരപ്രദമാകുന്ന മൈക്രോ ന്യൂട്രിയൻസ്, ആൻറ്റി ഓക്സിഡൻസ് തുടങ്ങിയവ കുറയുകയും അതിന് പകരം ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ട്രിഗർ ആവുകയും ചെയ്യുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഒരു ജനറ്റിക് മ്യൂട്ടേഷൻസിലേക്ക് വരെ എത്താം എന്നും അത് അടുത്തൊരു തലമുറയെ വരെ പ്രതികൂലമായി ബാധിക്കാം എന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഫങ്ഷണൽ മെഡിസിൻ എന്ന പേരിൽ അഥവാ ന്യൂട്രിറ്റീവ് മെഡിസിൻ എന്ന പേരിൽ ഇന്ന് പ്രചാരത്തിൽ വരുന്ന ശാഖ ഇതിനെപ്പറ്റി വളരെ വിശദമായി പഠിക്കുന്നു എന്നുള്ളതും ആയുർവേദത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.